ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീജ വിക്രമിനോട് രാത്രി വേദം ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ കാര്യം പറയുമ്പോൾ വിക്രം പറയാണ്, രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കരയേ, അതെന്തിനായിരിക്കും ശ്രീജ എടുത്തി? അറിയില്ല മോനെ, അവളുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്നാലും രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ്. എന്തായാലും വരട്ടെ ശ്രീജ എടുത്തി, ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയുടെ പിന്നിൽ കൂടെ വിക്രം പോവുകയാണ്. വേദ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നതും അതുപോലെ വേറെ ഒരു ഓട്ടോയിൽ കയറി പോകുന്നതും ഒക്കെ വിക്രം ഇങ്ങനെ ദൂരെ എത്തിരി നീങ്ങി നിന്നിട്ട് കാണുകയാണ്. അപ്പോൾ വിക്രം പതുക്കനെ വണ്ടി നിർത്തി പിന്നിൽ കൂടെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ വിക്രം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഇരിക്കി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീകാന്ത് സ്വീകരിക്കുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ സങ്കടത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, അധികം സംസാരമൊന്നും വേണ്ട, വിശദീകരണങ്ങളൊന്നും വേണ്ട, സമ്മതമാണോ അല്ലേ എന്നുള്ള രണ്ടിലേതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ വേദ സമ്മതമാണ് എന്ന് പറയാണ്. പക്ഷേ അച്ഛന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ എത്തണം എന്ന് പറയുകയാണ്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊന്നുമില്ല, കുറച്ചധികം ഉറങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മെഡിക്കൽ ടീം തന്നെ അങ്ങേരുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ. അവസാനം വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പേപ്പർ എടുത്തു കൊടുക്കുകയാണ്. വേറെ എന്ത് കാര്യം ചോദിക്കുകയാണ്. അതെ, ഇതിലൊന്ന് ഒപ്പിടണം, ഇത് ഡിവോഴ്സ് പെറ്റീഷനാണ്, നീയും വിക്രമും ചേർന്ന് ഒപ്പിടുന്ന മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയാൻ കേട്ടോ. ഇതെന്നോട് ആദ്യം പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അതെ പറഞ്ഞിരുന്നില്ല, പക്ഷേ ഒരു മുഴം മുമ്പേ എറിയണ്ടേ? കാരണം എന്താണെന്നറിയോ? നീ ഒരു ദിവസം പറഞ്ഞത് ഓർമ്മയില്ലേ, ഇവിടെ ഓഫീസിൽ നിനക്കും കൂടെ അവകാശമുണ്ട്, വിക്രം ഇവിടെ കയറിയിരിക്കുന്നു, ഒരിക്കലും ശ്രീയേട്ടൻ പേടിക്കേണ്ടാന്ന്. അപ്പം നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഈ ഒരു വിവാഹബന്ധം വേർപെടുത്തുക തന്നെ വേണം എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ വേദ ഒപ്പിട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇപ്പം അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരും, നാളെ രാവിലെ അച്ഛൻ വീട്ടിലുണ്ടായിരിക്കും, അതിനുശേഷം നീ തിരിച്ച് വീട്ടിലേക്ക് വരണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് സമ്മതിച്ച് വേദ അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ വേദ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ വേദ വിക്രം എന്ന് വെച്ചാൽ വേദന കാത്തിരിക്കുക, എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം വേദ വലിയ മൈൻഡൊന്നും ചെയ്യാതെ അകത്തേക്ക് കയറി പോകാൻ പോകുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. എവിടെ പോയിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. ഞാൻ എവിടെയാണ് സാധാരണ പോകാറ് എന്ന് ചോദിക്കും. ഓഫീസിലായിരിക്കും അല്ലേ എന്ന് പറഞ്ഞിട്ടാ. അതറിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നതെന്ന് പറയും. അപ്പോൾ വിക്രം പറയും, ഓഫീസിലേക്കല്ലല്ലോ പോയത്, സ്പൈ ചെയ്യായിരുന്നോ എന്ന് ചോദിക്കും. നീ എവിടേക്കാണ് പോയതെന്ന് അന്വേഷിക്കുന്നത് എങ്ങനെ സ്പൈ ആവുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയും, എനിക്ക് പോകാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എനിക്ക് പോകണം, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സുകളാണ്, അതിലൊന്നും വിക്രം ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ചോദിക്കാനുള്ള അവകാശവും അധികാരവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയും. അന്നേരം വേദ പറയും, എന്തവകാശം എന്ത് അധികാരം? അങ്ങനെ ഒരു അവകാശവും അധികാരം ഞാൻ എഴുതി തന്നിട്ടൊന്നുമില്ല ഇത് വേദ പറയും കേട്ടോ. ആ സമയത്ത് വിക്രം പറയും, വേദ നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? നിനക്ക് എന്ത് പറ്റി? എന്താണെങ്കിലും തുറന്ന് പറയാൻ പറയും. എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊന്നും പറ്റാനും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വിക്രം പറയാണ്, നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് കയറി പോയത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ശ്രീയേട്ടൻ്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും, അതൊന്നും വിക്രമിനോട് പറയേണ്ട ഒരാവശ്യമില്ല എന്ന് പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രമിൻ്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും വേദ അങ്ങനെയൊന്നും സംസാരിക്കാത്തതാണല്ലോ. വിക്രമിൻ്റെ മുഖം ആകെ വിഷമാവാണേ. അപ്പോൾ വേദയ്ക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ വിക്രം പറയും, വേദ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എൻ്റെ മനസ്സിലൊന്നുമില്ല, നിങ്ങൾ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഈ പെരുമാറുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേദ കയറി പോകുമ്പോൾ നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിക്രം പിടിച്ച് നിർത്താണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ശ്രീകാന്തിൻ്റെ ഓഫീസിലേക്ക് കയറി പോയത് നിൻ്റെ ഇഷ്ടത്തിന്, ഓക്കെ ശരി സമ്മതിച്ചു, പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇവിടുന്ന് തിരിച്ചു പോകാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദമൊന്നും ഞെട്ടു കേട്ടോ. അല്ല, അതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കലാണോ ഈ സ്വഭാവത്തിലുള്ള മാറ്റം? എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് പോകാം, എപ്പോൾ വേണമെങ്കിലും പോകാം, അതെൻ്റെ വീടല്ലേ, അതിനെന്തിനാണ് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? നീ വീട്ടിലേക്ക് പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് പോലും അമ്മനെ കാണാൻ പോകാറില്ലല്ലോ, അപ്പോൾ പോലും നീ എന്നെ കൂട്ടിയിട്ടല്ലേ പോകാറ്, ഇപ്പം നീ എന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നിൻ്റെ ഏട്ടൻ ഞങ്ങളുടെ വിളംബരം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു, നീ തിരികെ ചെല്ലുകയാണെന്ന്. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവേണ്ടതൊക്കെ കേൾക്കുമ്പോൾ വിക്രമൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വേദ ഒന്നും വിടുന്നില്ല. എന്നിട്ട് വിക്രം വേദയോട് ചോദിക്കുകയാണ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ചോദിച്ചല്ലോ അച്ഛൻ്റെ മിസ്സിങ്ങിന് പിന്നിൽ
ശ്രീ ശ്രീനി സാറാണോ എന്ന്. പക്ഷേ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ്റെ മിസ്സിന് ഇങ്ങനെ പിന്നിൽ നിൻ്റെ ഏട്ടനെങ്ങാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദ ഒന്നും ഞെട്ടാണ് കേട്ടോ. അപ്പോൾ വേദ പറയും ഏട്ടനോ എന്ന് ചോദിക്കാണ് കേട്ടോ. അന്നേരം വിക്രം തന്നെ പറയുന്നു, അത്രയ്ക്ക് ധൈര്യമൊന്നും അവനില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവണോ വേണ്ടേന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് നീ മനസ്സിലാലോചിച്ചോ എന്ന് പറയുകയാണേ. എന്നതിന് ശേഷം വേദ പറയും, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പറയുന്നതാ, ഇതൊന്നും എനിക്ക് അറിയാവുന്ന കാര്യമല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേഷ്യത്തോട് വേദം നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ പറയും, നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരക്ഷരം പോലും വേദ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. എടുത്തടിച്ചതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് വിക്രം പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, നീ അതിനൊന്നും പറയുന്നു തോന്നുന്നില്ല എന്ന് പറയണേ. അതിന് പറയാനും മാത്രമൊന്നും എൻ്റെ മനസ്സിലില്ല, പിന്നെ എന്തിനാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം വേദ അകത്തേക്ക് കയറി പോകും കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോൾ വിക്രമിനാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ വേദന ഈ പെരുമാറ്റത്തിലും. വേദ തിരിച്ചു പോകുന്നു എന്നുള്ള അറിഞ്ഞൊരു വേദനയും ഒക്കെ കൂടിയിട്ട് വിഷമിച്ച് വിക്രം വേദന നോക്കി നിൽക്കണ്ടേ. ഈ സമയത്ത് ശ്രീചേട്ടത്തി അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ പാക്ക് ചെയ്യായിരുന്നു, കുറേയൊക്കെ ഞാനും കേട്ടു. അപ്പോൾ എനിക്കറിയില്ല ശ്രീചേട്ടത്തി എന്താണ് പറ്റിയെന്ന്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിക്രം പറയാണ്. സാരില്ല വിക്രം, നീ വിഷമിക്കേണ്ട, ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്തേക്ക് ശ്രീജ ചെല്ലാണേ. ശ്രീജ ചെന്നിട്ട് വേദനോട് ചോദിക്കുന്നുണ്ട്, വേദ നിൻ്റെ മനസ്സിൽ എന്താണ്? ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം നിൻ്റെ മനസ്സിലുണ്ട്, നീ അതൊന്ന് തുറന്ന് എന്ന് പറയട്ടോ. എൻ്റെ മനസ്സിൽ എന്ത് വിഷമം? ശ്രീജടത്തേക്ക് വെറുതെ തോന്നുന്നതാ അല്ല, 2-3 ദിവസമായിട്ട് നിൻ്റെ പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ വീട്ടിലേക്ക് നീ കയറി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്. എനിക്കറിഞ്ഞൂടെ, ഈ വീട്ടിൽ ആദ്യമായിട്ട് നിന്നോട് അടുത്തത് ഞാനാണ്. ഞാനുമായിട്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ട്. മാത്രമല്ല നീയും വിക്രമും ഒരുമിച്ച് ജീവിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അതുപോലെ പണിക്ക് പോവാതെ മടി പിടിച്ചിരുന്ന വിശ്വേട്ടനെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത് നീയാണ്. അടുക്കള മാത്രം കണ്ടു ജീവിച്ച എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് നീയാണ്. പുറംലോകം കണ്ടത് നീ വഴിയാണ്. വിക്രമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചതും പറഞ്ഞു തന്നിട്ടുള്ളതും ഞാനാണ്. ഞാൻ എന്നോട് നീ ഇപ്പോൾ തുറന്നു പറയാത്തത് കഷ്ടം തന്നെയെന്ന് പറയാൻ കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുമ്പോളെ, നീ എന്നല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതൊറ്റയ്ക്ക് കൈകാര്യം ചെയ്യല്ല, കൂടെ ഉള്ളവരോട് പറഞ്ഞ് ഒരുമിച്ച് വേണം കൈകാര്യം ചെയ്യാനെന്ന്. എന്നിട്ട് നീ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് ശരിയാണോ മോളെ എന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? നിങ്ങൾ പറയുന്നത് പോലെ ഉള്ള ഒരു പ്രശ്നവും എനിക്കില്ല, ഒരു സ്വഭാവത്തിലും മാറ്റമില്ല. പിന്നെ ഒരാളുടെ സ്വഭാവം എന്നും ഒരേപോലെ ഇരിക്കുമോ? അങ്ങനെ മാറ്റങ്ങൾ വരില്ലേ? പക്ഷെ ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ സ്വഭാവം മാറുന്ന ഒരാളല്ല വേദ, അതെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് വേദ പറയും, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങൾ ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാണ്ട് ചൂടാവാണ് കേട്ടോ. അതുകൊണ്ട് ശ്രീജ ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ ശ്രീജിനോട് വേദ പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്നെ കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോകണോ? വേണ്ട, വേദ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ശ്രീജ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വേദാന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം പൊട്ടിക്കറിയാണ്. ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി അവിടെ നിൽക്കുന്നുണ്ടാവും. നന്ദിനി പറയും, എന്തേ ഓടിച്ചല്ലേ നോക്കിയാനായിട്ട്. അപ്പോൾ ശ്രീജൊന്നും മിണ്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതെ ഇവളെ ആശ്വസിപ്പിക്കാൻ ചെന്നിട്ടൊന്നും കാര്യമില്ല, അവളുടെ മനസ്സ് മാറാതിരിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് ശ്രീജയടുത്ത് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കാര്യം അവൾ ഈ വീട്ടിൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൾക്ക് അതിൻ്റേതായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജേട്ടനോട് ഒന്നും മിണ്ടാതെ ഏറ്റില്ല എന്നിട്ട് വീണ്ടും പിന്നെ കൂടെ ഓടിച്ചില്ല. ശ്രീജേടത്തി ഞാനേ വേറെ ഒന്നും തെറ്റായിട്ട് ഉദ്ദേശിച്ചതല്ല എന്ന് പറയും കേട്ടോ. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, അതെ വേദയ്ക്ക് എന്തോ വിഷമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചോദിക്കാൻ പോയത്, അല്ലാണ്ട് നന്ദിനിനെ പോലെ നനഞ്ഞോടം കുഴിക്കാൻ പോയതല്ല. അയ്യോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല, എന്ത് വിചാരിച്ചിട്ട് പറഞ്ഞതായാലും വേദന ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതാണ്. അതിലെനിക്ക് പ്രത്യേകിച്ച് നഷ്ടമോ ലാഭമോ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയട്ടോ. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് കമലാമ്മ അവിടെ നിന്ന് വരുന്നത് കാണുന്നത്. ദേ അടുത്ത ആൾ വരുന്നു. ഇനി ഉപവാസം ഇരുന്ന് ഈ അമ്മ തളർന്നു വീണിട്ടുണ്ടെങ്കിൽ അതും കാണേണ്ടി വരുമല്ലോ എന്ന് പറയട്ടോ. നീ എന്തൊക്കെയാണ് നന്ദിനി പറയുന്നത്? അയ്യോ തളർന്നു വീഴുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാണെന്ന് പറയട്ടോ. അപ്പോഴേക്കും കമലാമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീജയുടെ മുഖം കാണുമ്പോൾ കമലാമ്മയ്ക്ക് മനസ്സിലാവും എന്തോ നന്ദിനി എന്തോ പറഞ്ഞിട്ട് പോയെന്നുണ്ടോന്നല്ലോ, എൻ്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. അമ്മേ വേദയ്ക്ക് എന്തോ വിഷമുണ്ട്. വിഷമോ? വേദയ്ക്ക് എന്ത് വിഷമം നോക്കിയാണേ. അറിയില്ല, 2-3 ദിവസമായിട്ട് ആ കുട്ടിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. വിക്രമം അത് തന്നെയാണ് പറയുന്നത്, അവളുടെ മനസ്സിൽ എന്തോ വിഷമമുണ്ട് എന്ന് പറയാം കേട്ടോ.
അപ്പോൾ കമലാമ്മയ്ക്കും ആകെ വിഷമാവും കേട്ടോ. കമലാമ്മ നേരെ അകത്തേക്ക് വേദയുടെ അടുത്തേക്ക് കയറി പോവുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ജനലിൻ്റെ അടുത്ത് കരഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രമോയാണ് കേട്ടോ. പ്രമോല് നമ്മളെ വേദയാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞ് എന്നിങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ശ്രീജ മുറ്റത്തോട്ട് വരുമ്പോൾ അച്ഛൻ അവിടെ കിടക്കുന്നത് കാണാണ്. അങ്ങനെ ശ്രീജ നിലവിളിച്ച് എല്ലാവരും കൂടെ ഓടി വരികയാണ്. ഓടി വരുമ്പോൾ അച്ഛനവിടെ ഇങ്ങനെ തളർന്ന് ബോധമില്ലാണ്ട് കിടക്കുകയാണ്. അങ്ങനെ വിക്രമൊക്കെ കൂടെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് നമ്മളെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് വേദന വിളിച്ചിട്ട് വേദനയോട് പറയുന്നുണ്ട്, അടുത്ത പരിപാടി എന്താണെന്ന് അറിയാലോ, ഇനിയാണ് ഞാൻ കളി തുടങ്ങാൻ പോകുന്നതെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ ഒരു നിസ്സഹായ അവസ്ഥയോട് കൂടിയിട്ട് ശ്രീകാന്ത് പറയുന്നതൊക്കെ കേട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം മാഷ അന്വേഷിച്ച് പോലീസുകാർ വരികയാണ്. മാഷ എത്തിയത് അറിഞ്ഞിട്ട് മാഷക്കാണെന്നുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ആ സമയത്ത് സാബു കയറി വരുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.